എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ലൂഫി അവനാണെങ്കിൽ വേഗ് ഓഫ് പങ്കിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഈ ഒരു ജയന്റ് റോബോട്ടിനെ അതിനൊരു തവണയെങ്കിലും അവേക്കൻ ചെയ്യണം. ഞങ്ങൾക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമായി, ഇത് ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം. വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ നോ, അതൊരു ഡെഡ്ലി വെപ്പനാണ്. സത്യത്തിൽ 900 വർഷങ്ങൾക്ക് മുൻപ് ആക്റ്റീവ് ആയിരുന്ന ഒരു ജയന്റ് റോബോട്ടാണത്. ഈ ഒരു ജയന്റ് റോബോട്ട് മറി ജോയ്സിനെ അറ്റാക്ക് ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് ഇതുപോലെ ഇവിടെ ഡെഡാക്കി കിടത്തിയിരിക്കുന്നത്. ഇതിനെ വീണ്ടും അവേക്കൻ ചെയ്ത അത്തരത്തിലുള്ള വലിയ അപകടം അത് സംഭവിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. 900 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ റോബോട്ട്, അത് അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ എക്സൈറ്റ്മെന്റ് കൂടും. വാവ്, 900 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ട്, തീർച്ചയായിട്ടും എനിക്കിത് അവേക്കൻ ചെയ്ത് കാണണമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അതിന്റെ തലയിലൊക്കെ ആഞ്ഞ് തട്ടുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അവനെ തടയും. ഇതിൽ ഈ ഒരു റോബോട്ട് അത് ക്രിയേറ്റ് ചെയ്തത് ഞാനല്ല. 900 വർഷങ്ങൾക്ക് മുൻപ് ഇത് അവേക്കനായി ആ മറി ജോയ്സിലേക്ക് ചെന്നു. അവിടെ എത്തി ഇത് നേവിക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നേവിക്കാരുടെ ഭാഗ്യം കൊണ്ടോ ഈ ഒരു റോബോട്ടിന്റെ ദൗർഭാഗ്യം കൊണ്ടോ ഇതിന്റെ പവർ ഡൗൺ ആയി ഇത് താഴേക്ക് വീണു. നേവിക്കാരാണെങ്കിൽ ഇത് തകർത്ത് കളയാനായിട്ടാണ് എന്റെ കയ്യിലേക്ക് തന്നത്. പക്ഷേ എന്നെപ്പോലുള്ള ഒരു സയന്റിസ്റ്റുകൾക്കും ഇത് തകർത്ത് കളയാനായിട്ട് മനസ്സ് വരില്ല. കാരണം 900 വർഷങ്ങൾക്ക് മുൻപ് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ട് അത് തിങ്കബിൾ ആണ്. എന്തിന് ഇപ്പൊ പോലും ഇതുപോലൊരു റോബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് തകർത്ത് കളയാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യുകയാണ്. ഇത് അവേക്കൻ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനോ തകർത്ത് കളഞ്ഞ് വലിയൊരു ട്രഷർ അതില്ലാതാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലൂഫിക്കാണെങ്കിൽ അവന്റെ എക്സൈറ്റ്മെന്റ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും നമുക്കിത് ഫിക്സ് ചെയ്യണം, ഇതിനെ അവേക്കൻ ചെയ്യണം. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ഞാൻ എൻ്റെ പേഴ്സണൽ റോബോട്ടായിട്ട് യൂസ് ചെയ്യാം. ഡോക്ടർ വേഗ് ഓഫ് പങ്കിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ആ ഒരു റോബോട്ടിനെ ഒരു കാരണവശാലും അവേക്കൻ ചെയ്യാൻ പാടില്ല. ഇതിനോടകം ഞാൻ അതിൻ്റെ മേലെ ഒരുപാട് റിസർച്ചുകൾ ചെയ്തു. പക്ഷേ യാതൊരു ക്ലൂവും എനിക്ക് കിട്ടിയിട്ടില്ല. നേവിക്കാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ അത് എനിക്ക് തന്നെ ആപത്താണ്. ഇതാർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ ഭാഗത്ത് കിടന്നോട്ടെ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കിയും ടീമും അതിനെക്കുറിച്ചുള്ള ചരിത്രം അത് കേൾക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. എന്തിനായിരിക്കും 900 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു റോബോട്ട് അത് മറി ജോയ്സിലുള്ള നേവിക്കാരെ അറ്റാക്ക് ചെയ്തതെന്ന് അവരും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആലോചിക്കുകയാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്കാണെങ്കിൽ ആ ഒരു ജയന്റ് റോബോട്ട് പോലുള്ള ശ്രമിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അതിന്റെ കറക്റ്റ് റിപ്ലിക്കന്റ് ആളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ ഉസോപ്പിനും ഫ്രാങ്കിക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നും. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ബ്രെയിനുള്ള ആളാണ് സാക്ഷാൽ ഡോക്ടർ വേഗ് ഓഫ് പങ്ക്. ആളെ കൊണ്ട് പോലും അതിന്റെ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. സോ അതിന്റെ പവർ അത് വളരെ കൂടുതലാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ ജ്വല്ലറി പോണിയെ നോക്കും. അവൾക്കാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ ലൂഫിയോട് പറയും, സത്യത്തിൽ ഇത് വിധിയാണ്, നീയാണ് ഇവളെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതെന്ന് ഓൾറെഡി വിധിയുള്ളതാണ്. ഇനി ഞാൻ പറയുന്ന അനുസരിച്ച് നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ലൂഫി അവൻ ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്ത നേവിയുടെ ആ CP0 ടീം അവരാണെങ്കിൽ ഐലാൻഡിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ റോബോട്ടിക് അസിസ്റ്റൻസ് അവറ്റകളെല്ലാം ചേർന്ന് അവരെ തടയും. നേവിക്കാരാണെങ്കിൽ അവറ്റകളോട് പെർമിഷൻ ചോദിക്കും. കാരണം അത് നേവിയുടെ അണ്ടറിലുള്ള ഒരു ഐലാൻഡാണ്. പക്ഷേ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടേക്ക് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവറ്റകൾ നേവിക്കാരുടെ കപ്പലുകൾ അത് തടയാണ്. പക്ഷെ അടുത്ത നിമിഷം നേവി ഓഫീസേഴ്സ് അവരാണെങ്കിൽ വമ്പ വെപ്പനൊക്കെ ഉപയോഗിച്ച് ആ റോബോട്ട്സുകളെ തകർക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ നേവിക്കാർ അവിടേക്ക് വന്ന കാര്യം അത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതിനാൽ ലിലിത്ത് പറയും, നിങ്ങൾ ഇത്രയും പവർഫുൾ ആയ ഒരു പൈററ്റ് ടീമല്ലേ, വെറും ഒരു നേവിക്കാരെ കണ്ട് നിങ്ങൾ പേടിച്ചോടാൻ പാടുണ്ടോ? നിങ്ങളുടെ ക്യാപ്റ്റൻ ഒരു എംപററാണ്. ലോർഡ് ലുച്ചി ഇവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. ഉസോപ്പാണെങ്കിൽ ഉഷാറായിട്ട് അവിടുന്ന് അങ്ങനെ ഓടാനായിട്ട് തുടങ്ങും. പക്ഷേ അവന്റെ ഷൂസ് അത് ഓൾറെഡി അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷക്കയാണെങ്കിൽ ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, നേവി സോൾജിയേഴ്സിനെ അവരെ തടയണം, ഒരു കാരണവശാലും ഇവിടേക്ക് കടത്തിവിടാൻ പാടില്ല. അത് കേട്ട് ലില്ലിത്തിന് ഭയങ്കര സന്തോഷം. കാരണം ഷക്ക അവൻ അത്ര എളുപ്പത്തിൽ ആരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കുന്ന ഒരാളല്ല. ഇപ്പൊ അവൻ തന്നെ അറ്റാക്കിനായിട്ട് ഓർഡർ ഇട്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ലില്ലിത്തിന് ഭയങ്കര സന്തോഷം. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കമബക്ക ഐലാൻഡ് കാണിക്കും. അവിടെയുള്ളവരെല്ലാവരും കൂമയെ നോർമൽ കൂമയാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഒരുപാട് വയറൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ചില പ്രോസസ്സിംഗ് ഒക്കെ നടത്തുകയാണ്. അടുത്ത നിമിഷം കൂമയാണെങ്കിൽ ആ വയറൊക്കെ വലിച്ചൂരി മുൻപോട്ടേക്ക് നടക്കും. ചുറ്റുമുള്ളവർ കൂമയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. കൂമ, പ്രോസസ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ദയവ് ചെയ്ത് നീ അല്പസമയം കൂടെ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ 4-5 സ്റ്റെപ്പുകൾ മുൻപോട്ടേക്ക് എടുത്തു വെക്കും. അടുത്ത നിമിഷം അവൻ താഴേക്ക് പോവാണ്. ഡ്രാഗൺ ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് ഒരുപാട് ദേഷ്യം തോന്നും.
കോമയാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് എന്റെ ബോഡിയിൽ ബാക്കിയുണ്ടായിരുന്ന ആ വയസ്സ് അതെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ വീണ്ടും ഉഷാറായിട്ട് ഓടി ബീച്ചിന്റെ അരികിലേക്ക് പോവാണ്. ഇവാക്കോ ആണെങ്കിൽ നിലവിളിച്ച് പറയും, കൂമ, നമ്മളെല്ലാവരും റെവല്യൂഷണറി ആർമിയുടെ മെമ്പേഴ്സ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് സാബോ നിന്നെ ഇവിടേക്ക് എത്തിച്ചത്. സോ ഒരു കാരണവശാലും നീ സൂയിസൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഞാനും നീയും അല്ലേ ഈ ഒരു ടീമിന്റെ ഫൗണ്ടേഴ്സ്, അത് ഇത്ര വേഗം നീ മറന്നുപോയെന്ന് ചോദിക്കും. കോമയ്ക്കാണെങ്കിൽ കൺട്രോൾ പോയി അടിയിൽ അങ്ങനെ തെറിച്ചു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ നേവിക്കാരെ കാണിക്കും. റോബോട്ട്സ് ആണെങ്കിൽ നേവിക്കാരെ തടയാണ്. ദയവ് ചെയ്ത് നിങ്ങളിപ്പോ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. മാസ്റ്റർ ഇപ്പോൾ വലിയൊരു ഡിസ്കഷനിലാണ്. ഈ സമയത്ത് അവിടേക്ക് പോയി അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. നേവിക്കാരാണെങ്കിൽ നൈസായിട്ട് അവരോട് പറയും, ഞങ്ങൾക്ക് ഒരല്പസമയം റെസ്റ്റ് എടുക്കണം, ഒരു കോഫി കുടിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരികെ പോവാം. അതിന് ഓപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങളുടെ തൊട്ടടുത്ത് മറ്റൊരു ഐലാൻഡ് ഉണ്ട്, അവിടെ എത്ര ദിവസം വേണമെങ്കിലും റെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ട് കടന്നു പോവാം. ഉടനെ ലുച്ചിയാണെങ്കിൽ ആ സ്നെയിലെടുത്ത് ഓപ്പോസിറ്റുള്ള ഷക്കയോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നീ ഡോക്ടർ വേഗ് ഓഫ് പങ്കാണോ? അതിനവൻ പറയും അതെ. ചോദിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുറച്ച് നേവി സോൾജേഴ്സ് അവരിവിടേക്ക് വന്നിരുന്നു, അവരിപ്പോൾ കാണാനില്ല, അവരന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ബാക്കിയുണ്ടായിരുന്നവരും എല്ലാം തന്നെ ഷോക്കാവുകയാണ്. ലുച്ചിയാണെങ്കിൽ വീണ്ടും വീണ്ടും പറയും, സൈബർ പോൾ 7, 8, 9 എന്നിങ്ങനെ ഒരുപാട് ടീമുകളെ ഞങ്ങൾ ഇവിടേക്ക് അയച്ചതാണ്. അവരാരും തന്നെ തിരികെ എത്തിയിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? ഇതിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവളാണെങ്കിൽ ആ സ്നെയിൽ എങ്ങനെ പിടിച്ചു വലിച്ച് ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങൾക്ക് നേവിക്കും ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഒരു കാരണവശാലും അവരോട് മോശമായിട്ട് പെരുമാറില്ല. നിങ്ങളുടെ സംശയം അത് തെറ്റാണ്. ചുറ്റുമുള്ളവരാണെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അവരെ എല്ലാം തട്ടിമാറ്റി അവരോട് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മിത്തോക്രസ് ആണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. അവൻ ആ സ്നെയിൽ അങ്ങനെ തട്ടിയെടുത്ത് ഇപ്പോൾ ഓപ്പോസിറ്റുള്ള നേവിക്കാരോട് പറയും, ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ വാക്ക് വിശ്വസിക്കണം, ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് തിരികെ പോകണം. ഉച്ചയാണെങ്കിൽ ആ കോൾ കട്ട് ചെയ്ത് അവൻ്റെ അസിസ്റ്റൻസിനോട് പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, എത്രയും വേഗം അത് ചെയ്തേ പറ്റൂ. സോ അതിനർത്ഥം അവരിപ്പോൾ വീണ്ടും കൽപ്പിച്ച ഐലാൻഡിലേക്ക് പോവാൻ പോവുകയാണ് എന്ന് തന്നെയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആള് നമ്മുടെ ആൾക്കാരോട് പറയും, സത്യത്തിൽ ഇതാണ് ഫ്യൂച്ചർ വേൾഡ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റിസർച്ച് അതെല്ലാം ഇതാണ്. എനിക്കിനിയും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ആവശ്യമാണ്. കാരണം എനിക്ക് എൻ്റെ റിസർച്ച് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. എൻ്റെ തലയിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതെനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ തുള്ളിച്ചാടും. അത് കണ്ട് ലൂഫിയും എൻജോയ് ചെയ്യാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും ഫ്രീ ആയിട്ട് എനർജി കൊടുക്കുക എന്നതാണ്. ജിംബയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവൻ അതെങ്ങനെ പോസിബിൾ ആവും ചോദിക്കും. അതിന് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് പറയും, ഒരുപാട് സ്ഥലങ്ങളിൽ എനർജി ഉണ്ട്, അത് അക്യുമുലേറ്റ് ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. എന്നെ കൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയും. പക്ഷെ എനിക്ക് ആവശ്യം ഫണ്ടിങ് ആണ്. ഗവൺമെന്റിൽ നിന്ന് ഇനിയും ഒരുപാട് പണം വേണം. ഡോക്ടർ ആ ബുക്കെല്ലാം വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ലക്ഷ്യം അത് കുറെ കൂടെ സീരിയസ് ആയിട്ട് ഡീപ്പായിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് ആൾ മനസ്സിലാക്കിയതും തീരുമാനം എടുത്തിരിക്കുന്നതും. ലൂഫിക്കാണെങ്കിൽ ആൾ എന്താണ് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നതെന്ന് കറക്റ്റായിട്ട് കത്തില്ല. സോ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഇവരിങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം അവിടെ കപ്പലിൽ ആ റോബോട്ട്സും നേവി സോൾജേഴ്സും ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. മാത്രമല്ല ഇപ്പൊ ഐലാൻഡും കുറേശ്ശെ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ നേവിക്കാര് അവർ വോഹാർ ഐലാൻഡ് എങ്ങനെ ഇല്ലാതാക്കിയോ അതുപോലെ തന്നെ ഈ ഒരു ഐലാൻഡും മുഴുവനായിട്ട് നശിപ്പിക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.